ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലുണ്ടെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്ന് അകാല നരയൊക്കെ വന്ന് നെറ്റിയുടെ ഭാഗത്തുള്ള മുടിയൊക്കെ നരച്ച് പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ നരയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും പ്രായഭേദമന്യേ എല്ലാവർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റിസൾട്ട് തരുന്നൊരു മെത്തേഡാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. എനിക്ക് ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടായിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ നല്ല പോലെ നെറ്റി കയറിയ മുടിയൊക്കെ നന്നായിട്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ആഴ്ച യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ ഈ കാണിക്കുന്നത്. നല്ല പോലെ തന്നെ മുടി വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം എനിക്ക് ആ മുടി പൊഴിഞ്ഞു പോയിട്ട് നല്ല വിഷമമായിരുന്നു കേട്ടോ. ഞാൻ എന്തൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. പക്ഷേ ഈ ഒരു രീതി മാത്രമല്ല കേട്ടോ, ഞാൻ 2 മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലുണ്ടെങ്കിലും ഏത് പ്രായമാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ ആകാല നരയൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്നൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്കിനി എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അത് മാറി മുടി 100% മുടി വളരുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ നമ്മുടെ മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ ഉലുവയും അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ അളവിൽ കരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ അളവിൽ ഉണക്കനെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂൺ അളവിൽ റോസ്മേരി ലീവ്സാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാ ആയുർവേദ ഷോപ്പിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും, ഓൺലൈനായിട്ടും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് ഫൈനായിട്ട് പൗഡർ ഫോമിലാക്കി എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു കറിവേപ്പിലയും റോസ്മേരി ലീവ്സും ഒക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ ഒട്ടും വെള്ളം നനവ് ഉണ്ടാകരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇത് ജഡാമഞ്ചി എന്നാണ് കേട്ടോ പറയുന്നത്. ജഡാമഞ്ചി, ജഡാമൻസി എന്നൊക്കെ പറയും. ഇത് നമ്മുടെ അങ്ങാടി കടയിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അധികം വിലയൊന്നുമില്ല കേട്ടോ ഇത് വാങ്ങാനായിട്ട്. നമുക്ക് നന്നായിട്ട് മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ അകാല നരയൊക്കെ തടയാനും നരച്ച മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അധികം വിലയൊന്നുമില്ല. 30 രൂപയ്ക്ക് 20 രൂപയ്ക്കും 50 രൂപയ്ക്കും ഒക്കെ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ടും കിട്ടും, വലിയ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് വാങ്ങുക. നമുക്ക് എണ്ണ കാച്ചുമ്പോഴൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് മുടി വളരും കേട്ടോ. എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അതൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വളർന്നു വരുന്ന മുടിയൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വളർന്നു വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇതുകൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. മാക്സിമം നല്ല പൗഡർ ഫോമിലാക്കണ്ട, എന്നാലും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുകൂടി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം അളവിൽ നമ്മൾ നല്ല പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 50 ഗ്രാം അളവിൽ നമ്മൾ കാസ്റ്റർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. കാസ്റ്റർ ഓയിലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. നമ്മുടെ മുടി നല്ല ഫാസ്റ്റായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്.
പക്ഷേ നമുക്കത് കാസ്റ്റർ ഓയിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മുടി വളരും. എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ മാറാനും നല്ലപോലെ മുടി വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം നമ്മളിതിൽ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ അത്രയും നല്ല മുടിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സ്പൂണിൽ ഒട്ടും വെള്ളമൊന്നും ഉണ്ടാകരുത് കേട്ടോ. നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം എടുത്ത് നമ്മളിത് മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഇതെല്ലാം കൂടി ആയപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ആ ഓയിൽ ഇവിടെ പതയെല്ലാം മാറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. തണുത്തതിന് ശേഷം മാത്രം ഇതൊരു മൂടി വെച്ചിട്ട് 2 ദിവസത്തേക്ക് ഇതുപോലൊന്ന് അടച്ച് വെച്ചേക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്കിതൊന്ന് അരിച്ചെടുക്കാനായിട്ട്. ഒരു കാരണവശാലും ചൂടോടുകൂടെ ഇത് അടച്ച് വെക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു ഈർപ്പമൊക്കെ വന്നിട്ട് ആ വെള്ളം ഇതിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് തണുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് 2 ദിവസത്തേക്ക് അതുപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ചേക്കാം. അതിനുശേഷം നമുക്കിത് അരിച്ച് നല്ലൊരു ജാറിലൊക്കെ ആക്കി വെച്ചേക്കാം. നമ്മളിത് കുളിക്കുന്നതിന് മുന്നേ നല്ലപോലെ നമ്മുടെ മുടിയിലൊക്കെ ഒന്ന് തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താളിയോ നോർമലായിട്ടുള്ള മൈൽഡ് ഷാമ്പു എന്തെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് കേട്ടോ. നമുക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അതൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും അകാല നരയൊക്കെ തടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മുടിയൊക്കെ നരച്ചില്ല, നര വന്നിട്ടൊക്കെ അപ്ലൈ ചെയ്യാമെന്നൊന്ന് വിചാരിച്ചിരിക്കേണ്ട കേട്ടോ. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് പ്രായഭേദമൊന്നുമില്ല, ഏത് പ്രായത്തിലും നമ്മുടെ മുടിയൊക്കെ നരയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മുടിക്ക് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ അകാല നരയൊക്കെ വരുന്നത് പെട്ടെന്ന് വരുന്നതൊക്കെ തടയാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജടാമഞ്ചി വെച്ചിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ നിർത്തി മുടി നന്നായിട്ട് വളരാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡും കൂടിയുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. കാരണം എനിക്ക് അത്രയും റിസൾട്ട് തന്ന ഒരു ഹെയർ ഓയിലുമാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്ന ഒരു മെത്തേഡും അത്രയും ഫാസ്റ്റായിട്ട് റിസൾട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.